അച്ഛൻ എന്തിനാണെന്ന് കരഞ്ഞതെന്ന് വെളിപ്പെടുത്തി മകൾ തേജലക്ഷ്മി. ഉർവശിയുടെയും മനോജ് കെ ജെയുടെയും ആദ്യ മകളാണ് തേജലക്ഷ്മി എന്ന കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ ആദ്യമായി സിനിമയിൽ എത്തുമ്പോൾ മീഡിയയിലെ എല്ലാവർക്കും തന്നെ തേജലക്ഷ്മിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെയധികം നിറകണ്ണുകളോടെയായിരുന്നു മനോജ് കെ ജെൻ മാധ്യമങ്ങളെ അന്ന് കണ്ടത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ വിഷയമായിരുന്നു ഇത്. അന്ന് ഉർവശിയെ പറ്റി പറഞ്ഞപ്പോൾ മനോജ് കെ ജെൻ്റെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും വളരെയധികം വിഷമം നിറഞ്ഞൊരു സമയം തന്നെയായിരുന്നു അത്. അപ്പോൾ അടുത്തിരുന്ന് ചെറുപുഞ്ചിരിയോടെ അച്ഛനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച കുഞ്ഞാറ്റയെ ആരും തന്നെ പെട്ടെന്ന് ആ രംഗം മറക്കുകയില്ല. എന്താണ് അങ്ങനെ ചെറുപുഞ്ചിരിയുടെ ആ ഒരു സ്റ്റേജ് തേജലക്ഷ്മി ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി തേജലക്ഷ്മി നൽകിയത് വനിതയുടെ അഭിമുഖത്തിലായിരുന്നു. അതിനുള്ള മറുപടി തേജലക്ഷ്മി നൽകിയത് കാര്യങ്ങളൊക്കെ വളരെയധികം ലൈറ്റായിട്ട് കാണുന്ന ആളാണെന്നും ചെറുപ്പം മുതലേ അത് ശീലിച്ചതാണെന്നും എന്നൊക്കെ തേജലക്ഷ്മി പറഞ്ഞു. ചെറുപ്രായം തൊട്ടേ ആ സാഹചര്യത്തിൽ വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെയധികം ലൈറ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റുമെന്നും തേജലക്ഷ്മി വ്യക്തമാക്കി. എന്താണെങ്കിലും ചില്ലായിട്ട് എടുക്കാനാണ് എനിക്ക് താല്പര്യം, കുറേയൊന്നും ആലോചിക്കാതെ എടുക്കാനാണ് എനിക്ക് താല്പര്യം. കാര്യവും സീരിയസ് ആയിട്ട് എടുത്തുപോയി ചിന്തിച്ച് വളരെയധികം വിഷമത്തിൽ കൂടെ ഞാൻ കടന്നു പോകാറില്ല. അന്നച്ഛൻ എൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാണ് വളരെയധികം ദുഃഖിതനായി ഇരുന്നത്. കുഞ്ഞുനാളിലുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെയും മാത്രം പേഴ്സണലായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ആലോചിച്ചാണ് അച്ഛൻ അന്ന് അത്രയും ഇമോഷണലായത്. വളരെയധികം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണത്. അതൊക്കെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് അച്ഛനെന്ന് അത്രയും വളരെയധികം കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് സംസാരിച്ചത് തന്നെ. ആരുടെ മുമ്പിലും എൻ്റെ ഇമോഷണൽ ഞാൻ വളരെയധികം പങ്കുവെക്കാറില്ല. എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. ഉള്ളിൽ വളരെയധികം ഭയമുള്ള ആളും ഒക്കെ ആണെങ്കിലും പുറമേ ബോൾഡായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം. ആരുടെ മുമ്പിലും കണ്ണു നിറയ്ക്കാൻ എനിക്കിഷ്ടമില്ല എന്നാണ് തേജലക്ഷ്മി വളരെയധികം വ്യക്തമാക്കിയത്. കുഞ്ഞുനാൾ തൊട്ടേയുള്ള ശീലം തന്നെയാണത്. ഇനി അത് ഒരിക്കലും മാറുകയുമില്ല. എൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് മാത്രമാണ് അച്ഛനെന്ന് അത്രയും ഇമോഷണലായതും എന്നും കുഞ്ഞാറ്റ വളരെ വ്യക്തമായി പറഞ്ഞു. ആരെ കാണിക്കാനും അഭിനയിക്കാനും ഒന്നും തന്നെ അല്ലായിരുന്നു. ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇമോഷൻസ് എല്ലാം തന്നെ വളരെയധികം പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. പുറത്ത് കരയുന്നെങ്കിൽ പോലും വളരെ ഇമോഷണലാവുന്ന വളരെയധികം സ്റ്റേജുകൾ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇമോഷണലായിട്ടുമുണ്ട്. എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വളരെയധികം ബോൾഡായിട്ട് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം. ഉള്ളിൽ പാവമാണെങ്കിലും ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നത് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നും വളരെയധികം വ്യക്തമായി തേജലക്ഷ്മി പറയുകയുണ്ടായി.